കളരിവാതിക്കൽ ഒരു ദിവസം. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കളരിവാതിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇവിടെ. ഇന്ന് ജൂൺ 8, ഉത്തര മലബാറിലെ തെയ്യക്കോലങ്ങൾക്ക് സമാപനം കുറിച്ച് കളരിവാതിക്കൽ ഭഗവതിയുടെ തിരുമുടി ഇന്ന് വരും. അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴിപാട് കൗണ്ടറിലേക്ക് പോയി നെയ്വിളക്കിൻ്റെ റെസിപ്റ്റും മുറിച്ച് കുറച്ച് സമയം ഭജനയും കേട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. കളരിവാതിക്കൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്ന വലിയ തിരുമുടി കെട്ട്. ഇത് മുള വെച്ച് കെട്ടിയുണ്ടാക്കിയ, അതുകൊണ്ട് നല്ല ഭാരം ഉണ്ടാവും. ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഒരു നെയ്വിളക്ക് ദേവിക്ക് സമർപ്പിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ചുവന്ന കുങ്കുമവും കളവവും നെറ്റിയിൽ ചാർത്തി അമ്പലത്തിന് ചുറ്റിലും ഞാൻ പ്രദക്ഷിണം വെച്ചു. ഇവിടുത്തെ ദേവീ ദർശനം പടിഞ്ഞാറ് വശത്തേക്കാണ്. ഇവിടെ മുഴുവൻ പ്രദക്ഷിണം വെക്കാറില്ല, അതായത് വടക്ക് ഭാഗത്തേക്ക് പോകാറില്ല. തൊട്ടു ബാക്കിലായി ഒരു സരസ്വതി കാവുണ്ട്, പിന്നെ ഒരു നാഗത്തറയും ഉണ്ട്. ഈ ക്ഷേത്ര പരിസരത്തിൻ്റെ ചുറ്റിലും വലിയ മരങ്ങളും കാടുകളുമാണ്. സ്ത്രീ ശക്തിക്ക് പ്രാധാന്യം നൽകി ആരാധിച്ച ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഈ ക്ഷേത്രം. അമ്മയെ പരാശക്തിയായും കാളിയായും ദേവിയായും ഭദ്രയായും ഒക്കെ ആരാധിക്കുന്നു. ഈ കിഴക്കേ നടയിൽ നിന്ന് നോക്കിയാൽ ശിവഭഗവാനെ കാണാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തെയ്യ സീസണിൻ്റെ എൻഡായി, അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ തിരുമുടി കെട്ട്. ഇവിടെ തെയ്യക്കോലമായി കളരിവാതിക്കൽ അമ്മയും 5 മക്കളും ഒരു ക്ഷേത്രപാലകനും ഉണ്ടാകും. അങ്ങനെ അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും കണ്ടേ ഈ ഒരു സാധനവും വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി.